ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. രാവണ കുംഭകർണ സംഭാഷണം. നിദ്രയും കൈവിട്ടു കുംഭകർണൻ തഥാ വിദ്രുതം അഗ്രജൻ തന്നെ വണങ്ങിനാൽ ഗാഢഗാഢം പുണർന്ന് ഗൂഢമോദം നിജപീഠം അതിന്മേലിരുത്തിത ശാസ്യനും വൃത്താന്തം എല്ലാം അവരജൻ തന്നോടു ചിത്താനുരാഗേണ കേൾപ്പിച്ച് അനന്തരം ഉൾത്താരിൽ ഉണ്ടായ ഭീതിയോടും അവൻ നഗ്നഞ്ചരാധീശ്വരനോടു ചൊല്ലിനാൻ, ജീവിച്ചു ഭൂമിയിൽ വാഴ്കന്നതിൽ മമ ദേവത്വം മാശു കിട്ടുന്നതു നല്ലതും. ഇപ്പോൾ ഭവാൻ ചെയ്ത കർമ്മങ്ങളൊക്കെയും ത്വൽപ്രാണഹാനിക്കു തന്നെ ധരിക്കനി. രാമൻ ഭവാനെക്ഷണം കണ്ടുകിട്ടുകിൽ ഭൂമിയിൽ വാഴ്വാൻ അയക്കില്ല എന്നുമേ. ജീവിച്ചിരിക്കയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ സേവിച്ചു കൊള്ളുക രാമനെ നിത്യമായി. രാമൻ മനുഷ്യനല്ല, ഏകസ്വരൂപനാം ശ്രീമാൻ മഹാവിഷ്ണു നാരായണൻ പരൻ. സീതയാകുന്നതു ലക്ഷ്മി ഭഗവതി ജാതയായാൽ തവ നാശം വരുത്തുവാൻ. മോഹേന നാദഭേദം കേട്ടു ചെന്നുടൻ ദേഹനാശം മൃഗങ്ങൾക്കു വരുന്നിതു. മീനങ്ങളെല്ലാം രസത്തിങ്കൽ മോഹിച്ചു താനേ ബളിശം വിഴുങ്ങി മരിക്കുന്നു. അഗ്നിയെ കണ്ടു മോഹിച്ചു ജലപങ്ങൾ മഗ്നമായി മൃത്യു ഭവിക്കുന്നതീ വണ്ണം. ജാനകിയെ കണ്ടു മോഹിച്ച കാരണം പ്രാണവിനാശം ഭവാനും മകപ്പെടും. നല്ലതല്ല ഏതും എനിക്ക് ഇതൊന്നുള്ളതും ഉള്ളിലറിഞ്ഞിരിക്കുന്നത് എന്നാകിലും ചൊല്ലും അതിങ്കൽ മനസ്സതിൽ. കാരണം ചൊല്ലുവാൻ മുന്നം കഴിഞ്ഞ ജന്മത്തിലെ വാസന കൊണ്ട് അതു നീക്കരുത്. ആർക്കുമേ ശാസനയാലും മടങ്ങുകയില്ലത്. വിജ്ഞാനമുള്ള ദിവ്യന്മാർക്കു പോലും മറ്റജ്ഞാനികൾക്കു പറയേണ്ടതില്ലല്ലോ. കാട്ടിയതെല്ലാം അപനയം നീയതു നാട്ടിലുള്ളോർക്കും ആപത്തിനായി നിർണയം. ഞാൻ ഇന്നിനി രാമനെയും മറ്റു വാനരന്മാരെയും ഒക്കെയൊതുക്കുവാൻ ജാനകി തന്നെ അനുഭവിച്ചിടുന്നീ മാനസേ. ഖേദം ഉണ്ടാകരുതേതുമേ ദേഹത്തിനന്തരം വന്നുപോ മുന്നമേ. മോഹിച്ചതാകന്ത സാധിച്ചു കൊൾകനി. ഇന്ദ്രിയങ്ങൾക്കു വശനാം പുരുഷനു വന്നിടും ആപത്തു നിർണയം ഓർത്തുകാൻ. ഇന്ദ്രിയ നിഗ്രഹമുള്ള പുരുഷനു വന്നുകൂടും നിജസൗഖ്യങ്ങളൊക്കവേ. ഇന്ദ്രാരിയം കുംഭകർണോക്തി കേട്ടളനിന്ദ്രജിത്തും പറഞ്ഞിടിനാലാദര. മാനുഷ്യനാകിയ രാമനെയും മറ്റു വാനരന്മാരെയും ഒക്കെയൊടുക്കി ഞാൻ ആശുവരുവൻ അനുജ്ഞയെ ചെയ്യിൽ എന്ന് അശരാധീശ്വരനോടു ചൊല്ലിടിനാൻ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ.